ഹായ് നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് 15 വർഷം ബിസിനസ്സിൽ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു മാഡമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. പേര് ലിജി. മാഡം എന്താണ് വിശേഷം? നല്ല വിശേഷം. ഹോംലി ഫുഡ് അല്ലേ? അതെ, അത് വീട്ടിലെ ഊണം അല്ലേ? അത് തന്നെയാണ് നമ്മുടെ മെയിൻ ബിസിനസ് അല്ലേ? ഞാൻ ബിസിനസ് എന്നുള്ളത് ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ഇല്ല. ഓക്കെ, ആയിക്കോട്ടെ. ഈ ഒരു മേഖലയിലേക്ക്, അതായത് ഹോംലി ഫുഡ്, ഈ മേഖലയിലേക്ക് വരാനുള്ള എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാഹചര്യം? എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് വന്നതാണ്. അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതൊന്നുമല്ല, ഹസ്ബൻഡിന് ഒരു വയ്യായിക വന്ന് വർക്ക്ഷോപ്പാണ്. അപ്പോൾ ആ സമയങ്ങളിൽ ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ അപ്പോൾ ആ ഒരു മില്ലിട്ടപ്പോൾ എനിക്ക് അതിൽ നിന്നുള്ള ഫ്ലോർ മിൽ, അത് ഇട്ടിട്ട് അതിൽ നിന്നുള്ള വരുമാനം എനിക്ക് ഒന്നും പറ്റാണ്ടായിട്ട് ആണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ചേട്ടൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വിഷമിക്കണം കണ്ടപ്പോഴത്തേക്കും എന്നാലാവുന്ന ഇത് സഹായം ചെയ്യാമെന്നുള്ള രീതിയിൽ, കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം നമ്മളിവിടെ അടുത്തൊരു ചെറിയൊരു കടയുണ്ടായിരുന്നു, ചായക്കട. ഐക്യനോട് ഇരിക്കായിരുന്നു, ഐക്യനോട് എന്ന് പറഞ്ഞതാണ്, ആരെങ്കിലും ഭക്ഷണമൊക്കെ ആവശ്യപ്പെടുന്ന വരികയാണെങ്കിൽ ഞാനൊരു കുറച്ച് പേർക്കൊക്കെ ഉണ്ടാക്കി തരാം ചെന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊന്ന് ഒരാഴ്ചയിൽ 2-3 പേർക്കൊക്കെ 3-4 എങ്ങനെയാണ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ ഞാൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എന്നോട് 3 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് ഒരു ദിവസം ചോദിച്ച്, അത് ആ 3 ദിവസം എന്നുള്ളത് അന്ന് വൈകുന്നേരം എന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ഒരു 6 പേർക്ക് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അത് അന്ന് 6 പേർക്ക് കൊടുത്തു. പിറ്റേ ദിവസം ഒരു 4 പേർക്ക് കൊടുത്തു. പിന്നെ അങ്ങോട്ട് ഓരോ ദിവസം ചെല്ലുന്നോറും എനിക്ക് ഭക്ഷണം കൂടിയാണ്. അതായത് നമ്മളുടെ ചെയ്യുന്ന ഫുഡിന്റെ ക്വാളിറ്റിയും അല്ലേ ആയിരിക്കാം. അത് അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ഒരു ദൈവത്തെ വിശ്വസിക്കുന്ന തീർച്ചയായിട്ടും അവന്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വരെ എത്തിയത്. അതെ, ഈ 15 വർഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ പോകുന്നു. തീർച്ചയായിട്ടും. അല്ലേ? പിന്നെ എന്റെ വലിയൊരു സപ്പോർട്ട് എന്റെ ഭർത്താവ് തന്നെയാണ്. എന്തിനായിട്ട് പറയില്ലേ ഉണ്ട്, അല്ലെങ്കിൽ ഒന്നും ആവൂല കേട്ടാ. ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് എന്റെ മക്കളും ഒക്കെ അന്നേരം ആ സമയങ്ങളിൽ മൂത്താള് 10ൽ പഠിക്കണായിരുന്നു, ഇളയാള് 6ൽ ഒക്കെ പഠിക്കണായിരുന്നു, 2 പെൺകുട്ടികളാണ്. അപ്പൊ അവരൊക്കെ ആവുമ്പോൾ തന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ആ സമയങ്ങളിൽ കഴുകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞ് ഇത് കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിലും ആ കാര്യത്തിലാണെങ്കിലും ഭർത്താവാണെങ്കിലും പിള്ളേരാണെങ്കിലും അതെന്ന് പറഞ്ഞാല് കുറച്ച് പേർക്ക് ആദ്യം ഒറ്റക്ക് ഞാൻ തന്നെ ചെയ്തു വീട്ടിൽ ഇങ്ങനെ, അതായത് വന്ന് കഴിക്കണില്ല, പാഴ്സലായിട്ട് ഇങ്ങനെ നമ്മൾ കൊടുത്തു, പാത്രത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ആ കടയിൽ വന്ന ആൾക്കാർ ചോദിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റണമെന്ന് വെച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ അകത്തിരുത്തി നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഡൈനിങ് ടേബിളിൽ അകത്തിരുത്തിയിട്ടാണ് നമ്മൾ കൊടുത്തത്. ആദ്യം ഒരു 6 പേര് 7 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റണമായിരുന്നു. പിന്നെ അങ്ങനെ പിറ്റേത് ഓരോ ദിവസം, അതായത് നമുക്ക് തുടങ്ങിയിട്ട് ഒരു ദിവസം പുറകിലോട്ട് പോന്നിട്ടില്ല, മുന്നോട്ട് തന്നെയാണ്. ആളുകൾ കൂടിയാണ് വന്നിട്ടുള്ളൂ. അത് പിന്നെ അകത്തിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ പുറത്തൊരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ചേട്ടനാണ് അന്നൊരു മേശ എനിക്ക് റെഡിയാക്കി തന്നത്. ആ മേശ ഇപ്പോഴും ഉണ്ട്, അത് കളയില്ല. എല്ലാവരും ഓരോ ഹെൽപ്പുകൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഓരോ കാര്യത്തിന്. അതുകൊണ്ട് നമ്മൾ പുറത്ത് ഭക്ഷണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വീടിന്റെ മേളിൽ തന്നെ അല്ല, വീടിന്റെ മേളിലല്ല, ആ വീട് നമ്മൾ കൊടുത്ത് മോളുടെ എഡ്യൂക്കേഷൻ പഠന കാര്യത്തിൽ നമുക്കത് കൊടുക്കേണ്ട വന്നു. പിന്നെ ഇപ്പുറത്ത് ഒരു ചെറിയ ഇതൊരെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഞങ്ങളുടെ ജീവിതം ഒരു ഇതിലൊരു ആദ്യത്തെ വീട് ഇതാണ്, ആ റൂമാണ്. അതിൽ നിന്ന് അല്ലെ നമ്മള് ഗ്രാജുവലി പയ്യെ നമ്മള് ഒരു ബിസിനസ്സിൽ ഡെവലപ്പ് ഉണ്ടാവുന്ന ദൈവാധീനം കൊണ്ട് നമ്മളെല്ലാം അതായി വന്നോളും. അത് കഴിഞ്ഞപ്പോൾ അത് വിൽക്കേണ്ട വന്നു മോളുടെ ഇതിനു വേണ്ടി. അപ്പോൾ ഇപ്പുറത്ത് ഇങ്ങനെ ഒരു മുകളിൽ ചെയ്തിട്ട് നമ്മളിങ്ങോട്ട് മാറി. അപ്പൊ ഒരു 4 മേശ ഉണ്ടായിരുന്നുള്ളൂ. 4 മേശ 24-22 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന വിധത്തിലായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ആ കൊറോണയ്ക്ക് മുന്നേ നമ്മൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായി, കുറച്ചും കൂടി സീറ്റിംഗ് കൂട്ടണം എന്ന് ആഗ്രഹം. ആ കൊറോണ സമയത്ത് നമ്മൾ 50 പേർക്ക് ഇരിക്കണ വിധത്തിൽ. അപ്പൊ അത്രയും വർഷം കൊണ്ട് നമ്മൾക്ക് അത്രയും
ആളുകൾ വന്നായി. അതെ, നമ്മള് ആൾക്കാർ കൂടുന്നതനുസരിച്ച് അവരുടെ സീറ്റിംഗ് അവർക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു അപ്പൊ അത് കാരണം നമ്മൾ അങ്ങനെ ചെയ്ത്. പിന്നെ നമ്മളിപ്പോ ഈ ഒരു ഹോംലി ഫുഡിന്റെ പ്രത്യേകത എന്താണ്? ഹോംലി ഫുഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം ആയതുകൊണ്ട് ഞാനതിൽ കൃത്രിമൊന്നും ചെയ്യാറില്ല. എന്നാലാവുന്ന ഇത് എൻ്റെ മനസ്സും ചെയ്ത് ഞാൻ കൊടുക്കണത് ആരോടും. അതായത് വരുന്ന ആൾക്കാർ, കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരെ ഒരുപാട് പേര് എന്നെ അനുഗ്രഹിച്ചിട്ട് പോകുന്നുണ്ട്. അമ്മമാരും ഒന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പോകുന്നുണ്ട്. ചേച്ചി നല്ല ഫുഡാണ്. ഈ ഹോംലി ഫുഡിന്റെ മെയിൻ വിഭവങ്ങളൊക്കെ എന്തൊക്കെയാണ്? മെയിൻ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറെ നാളായിട്ട് ഫിഷുകൾ കുറച്ചധികം ഐറ്റംസ് ഉണ്ട്. ചെമ്മീൻ സ്പെഷ്യലുകളാണ്. ചെമ്മീൻ, കൂന്തൽ, ഞണ്ട്, കക്കയിറച്ചി, പിന്നെ ഫിഷ് കറികൾ ഒരു 3-4 ടൈപ്പ് ഉണ്ടാവും. ചാള, അതൊക്കെ നമ്മൾ വീട്ടിൽ വയ്ക്കണ അതേ മാങ്ങയൊക്കെ ഇട്ട് ആ വീട്ടിൽ വയ്ക്കണ ആ രീതിയിൽ തന്നെ നമ്മൾ ചാള എപ്പോഴും മാങ്ങിയിട്ട് വയ്ക്കും. പിന്നെ പഴയ കാലത്ത് ചേമ്പൊക്കെ ഇട്ട് നമ്മൾ വെച്ചിരുന്ന ആ ഇതിലൊക്കെ അങ്ങനെ മാറി മാറി അത് വെക്കും. പിന്നെ വെക്കണത് നമ്മൾ കേരക്കറി ഉണ്ടാവും. പിന്നെ മീൻ മണ്ണനുസരിച്ച് കരിമീൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വന്നാലും അതിന് ഒരുപാട് റേറ്റ് നമ്മൾ ഈടാക്കണില്ല. അത് വളരെ സ്പെഷ്യലിന് വളരെ തുച്ഛമായ പൈസയാണ് ഈടാക്കണുള്ളൂ. ചെമ്മീൻ റോസ്റ്റ് ഒക്കെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഒരാൾക്ക് കഴിക്കാൻ 50 രൂപയ്ക്കാണ് നമ്മ ഇപ്പൊ കൊടുക്കണത്. ഊണിനാണെങ്കിലും 60 രൂപ. എന്നാലും ഒരാൾക്കൊരു 110 രൂപ ആണെങ്കിലും 100 രൂപ ആണെങ്കിലും കാര്യങ്ങൾ നടക്കും അല്ലേ? സാധാരണ വെജിറ്റബിൾസ് ആണെങ്കിലോ? അതാണെങ്കിൽ സാമ്പാർ, പച്ചമോര്, രസം, പുളിശ്ശേരി, പിന്നെ മീൻചാറ്, അതല്ല ചാറുകൾ അത്ര മാത്രം. പിന്നെ ഉള്ളത് ഒരു കൂട്ടുകറി ഉണ്ടാവും, ഒരു മെഴുക്കുവരട്ടി ഉണ്ടാവും. അതിന് 60 രൂപ. പപ്പടം. അപ്പം എന്നാലും ഒരു സദ്യ തന്നെയായി അത്. അല്ല, എല്ലാ ദിവസവും ചേഞ്ചസ് ഉണ്ടാവും. കറികൾ മാറ്റി എടുക്കും. കറികളും സാമ്പാറും ഇതൊന്നും മാറില്ല, ചാറുകളൊന്നും മാറില്ല. ആ കൂട്ടുകറി രണ്ടും മാറിക്കൊണ്ടിരിക്കും. അതിങ്ങനെ ആഴ്ചയിലാണോ അല്ലെങ്കിൽ അത് ഇന്ന് എടുക്കണത് നാളെ എടുക്കൂല, ചിലപ്പോ അടുത്ത ആഴ്ച എടുക്കൂല. അങ്ങനെ ഒരു ചേഞ്ചസ് വേണമല്ലോ. അതെ അതെ. അല്ല, നമ്മൾ വന്ന് കഴിക്കുന്നവർക്ക് മടുപ്പ് വരരുതല്ലോ. അതെ അതെ, അതെല്ലാം മാറ്റി എടുക്കും. പിന്നെ നമ്മൾ എന്താണ് സ്പെഷ്യൽ, ഈ ഓരോ മാസം ഓരോ നാളുകൾ ഓരോ സാധനങ്ങൾ നമുക്ക് കിട്ടുമല്ലോ, ഓരോ വിഭവങ്ങൾ. ഇപ്പൊ മാമ്പഴക്കാലമായിട്ടുണ്ടെങ്കിൽ മാമ്പഴ പുളിശ്ശേരി, അത് എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെക്കാതിരിക്കില്ല. അത് എല്ലാം ആ മാങ്ങ സീസണായ ഞാൻ ഇവിടെ എത്ര വില നോക്കാറില്ല. ഇപ്പൊ വില 250 രൂപയ്ക്ക് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വെച്ച് കഴിഞ്ഞു. കടകളിൽ വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ആ കറി ഇവിടെ ആൾക്കാർ അതൊന്നുമില്ല, കൂട്ടലൊന്നുമില്ല. 60 രൂപ നോർമലി. കാരണം ഒരുപാട് പേരിങ്ങനെ ആവശ്യപ്പെടണേണ് അത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടോ എന്ന് ചോദിക്കുന്നോണ്ട്. അതെ, ഇത് പറയുമ്പോ നമുക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. അല്ല, വേറെ ഒന്നല്ല, മാമ്പഴം പുളിശ്ശേരി നല്ലൊരു. ചേച്ചിന്റെ മെയിൻ എന്താണ്? മെയിൻ ആയിട്ടുള്ള ഫിഷ് ആണെങ്കിലും എന്റെ ചെമ്മീൻ റോസ്റ്റ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. ഒരുപാട് പേര് അത് വീഡിയോ കോൾ വെച്ച് ഇങ്ങനെ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ട് അതോ അവർക്ക് ശരിയായിട്ടില്ല. അത് ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് എല്ലാവരും പറയണത്. ചെമ്മീൻ ഭയങ്കര സ്പെഷ്യലാണ്. കുറച്ച് ഉണ്ടാവില്ല, കുറച്ച് ഉണ്ടാവുള്ളൂ അത്. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അല്ല, എന്നാലും ഈ വരുന്ന ആൾക്കാർക്ക് അഫോർഡബിൾ ആണല്ലോ. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു സ്പെഷ്യൽ മേടിക്കുമ്പോൾ 50 രൂപയിലെ വരുന്നുള്ളൂ അല്ലേ? അതെ, തീർച്ചയായിട്ടും. 50 രൂപയുള്ളൂ ഒരു ചെറിയ പ്ലേറ്റ്. അതെ, സാധാരണക്കാരനും അത് ശരിക്കും പറഞ്ഞാല് വലിയ മോശമില്ലാത്ത റേറ്റ് ആണ് അല്ലേ? ഇത് ഈ ഉച്ചക്കത്തെ ഊണല്ലേ ഉള്ളൂ ഇവിടെ അല്ലേ? വേറെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ വൈകിട്ടത്തെ ഡിന്നറോ ഒന്നുമില്ല. ഇപ്പൊ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്ത്? ഇപ്പൊ 6 മണിക്ക് നമ്മള് 5:30-6 ആ ടൈമിന് പണി തുടങ്ങും അതെ. പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നവരാ? അത് ഇപ്പൊ ഫോണിൽ വിളിച്ചു പറയുമ്പോഴത്തേക്കും പച്ചക്കറികളൊക്കെ നമുക്ക് ഇവിടെ എത്തും. പിന്നെ മീൻ രാവിലെ എല്ലാ ദിവസവും വരും. അത് ഫ്രഷ് ആയിട്ട് തന്നെ വരും. അത് വെട്ടി ആണ് വന്നത്. പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. മസാലയൊക്കെ പുരട്ടി. അത് ഇതിനകത്ത് ചേച്ചി തന്നെയാണോ എല്ലാ മസാല പുരട്ടണതൊക്കെ ഇവിടെ സ്റ്റാഫ് ഉണ്ട്. പക്ഷെ നമ്മള് നമ്മളുടെ ഇതാണ്, എന്റെ ഇതിലാണ് അത് ചെയ്യണത്. കാരണം ഞാൻ പറഞ്ഞു കൊടുത്തേക്കണ രീതിയിലാണ് അത് ചെയ്യണത്. നമ്മുടെ കണ്ണെപ്പോഴും അതിലുണ്ട്. അല്ല, നമ്മള് എവിടെ എന്ത് സാധനം ഉണ്ടാക്കുന്നിടത്തും നമ്മുടെ അത് നമ്മൾ ടേസ്റ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ? എന്നിട്ടാണ് നമ്മള് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത് അല്ലേ?
അതാണ് ഒരു പ്രത്യേകത. അതെ അതെ തീർച്ചയായിട്ടും. എത്രത്തോളം വരുന്ന കസ്റ്റമേഴ്സിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ? 100-ല് എനിക്ക് 95% ആൾക്കാർക്കും ഇഷ്ടത്തോടുകൂടിയാണ്. ഒരുപാട് എനിക്ക് അതിൽ ഓസ്കാർ കിട്ടിയതിന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയും സന്തോഷമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് ആൾക്കാർ. അമ്മമാരൊക്കെ തന്നെ എത്രയോ പേര് പറഞ്ഞു പോയിട്ടുണ്ട്. നല്ല ഫുഡ്. പിള്ളേര് ഒത്തിരി പിള്ളേര് വന്നിട്ട് നമുക്ക് നല്ല ഫുഡാണ്. അത് ഈ ചേച്ചി പറയുമ്പോ തന്നെ അറിയാം, സംഗതി ചേച്ചിയുടെ ഫേസിൽ തന്നെ ഉണ്ട് ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷത്തിന്റെ. എനിക്ക് ഇഷ്ടമാണ്. ഇതിൽ നിന്നാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഒരുപാട് ആൾക്കാരോട് കണക്ഷൻസ് വന്നത്. തീർച്ചയായിട്ടും ഒരുപാട്. അതായത് കേരളത്തിൽ ഇനി ഒരു ജില്ലയില്ല ഇവിടെ അല്ല വന്നേക്കണത് ഫുഡ് കഴിക്കാനായിട്ട്. കണ്ണൂര്, കോഴിക്കോട്, കോട്ടയം എല്ലാം. അതായത് പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അവർ വീണ്ടും വരണുണ്ട്. അത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. രണ്ടാമത് കഴിച്ചിട്ട് പോയിട്ട് പിന്നെ അവർ ഈ വഴിക്ക് വരാതിരിക്കണില്ല, അവർ വീണ്ടും വരണുണ്ട് കഴിക്കാനായിട്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ചേച്ചിയുടെ കൈപുണ്യവും പിന്നെ ദൈവാധീനവും കൂടെ അല്ലേ? തീർച്ചയായിട്ടും എല്ലാ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഞാൻ അതേ പറയാനുള്ളൂ. ശരിക്കും അതാണ് ശരിക്കും നമ്മുടെ ഇത്രയും ഈ 15 വർഷമായിട്ടും ഓരോ വർഷം തോറും ഗ്രോത്ത് കൂടുതൽ ആൾക്കാർ അറിഞ്ഞ് വരുന്നുണ്ട് അല്ലേ? എന്റെ പ്രത്യേകത, ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഞങ്ങളെല്ലാം മേശപ്പുറത്ത് നിരത്തും. അതായത് ഇപ്പൊ ചോറും കറിയും എല്ലാം ചോറല്ല, ചോറിൽ കറികൾ ഇട്ടവിടെ വെക്കുമ്പോ ഹസ്ബൻഡാണ് ചോറ് എടുത്ത് കൊടുക്കുന്നത്. പിന്നെ കറികള് മേശപ്പുറത്ത് വെക്കും. അതായത് നമ്മൾക്ക് ഇഷ്ടമുള്ളത് അവർക്ക് എടുത്തോണ്ട് പോവാം. അതായത് ചോദിക്കണ്ട, എന്താണ് ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാം നിരത്തിയിട്ടുണ്ടാവും എല്ലാ സാധനങ്ങളും. 12:30, അതാണ് നമ്മൾ 12:30 കൃത്യം പറയണത്. അതിന് മുന്നേ ഈ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കൊടുത്തു. കാരണം വന്നു കഴിഞ്ഞാൽ ആളുകളെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞാണ് അങ്ങനെ ചെയ്യണം. പിന്നെ ചോറാണെങ്കിൽ സെൽഫാണ്, എടുത്തു പോയി കഴിക്കുക. അതിന്റെ ബില്ല് അവിടെ പറഞ്ഞാൽ മതി. അവിടെ ഒരു അതൊക്കെ ഒരു പ്രത്യേകതയാണ് ഞങ്ങളുടെ. പിന്നെ വേറൊരു പ്രത്യേകത ചേച്ചി അത് മറന്നുപോയി പറയാനായിട്ട്. അതായത് ലൈവാണ് തീർച്ചയായിട്ടും. ഓപ്പൺ ആണ് ശരിക്കും പറഞ്ഞെങ്കിൽ അത് തുറന്ന മനസ്സ് പോലെയാണ് ശരിക്കും പറഞ്ഞത് അല്ലേ? എല്ലാവർക്കും വേണമെങ്കിലും നോക്കാം. അല്ല വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിൽ നിന്ന് വന്നിട്ട് എടുത്തോണ്ട് പോണ ആൾക്കാരുണ്ട്. ആ തട്ടേന്ന് മീന അതൊക്കെ എടുത്തോണ്ട് പോകണം. സ്വന്തമായിട്ട് ഞാൻ കേറി എടുത്തോണ്ട് പോകും. നമ്മളതിന് ഇതാക്കിയിട്ടില്ല. അല്ല അത് വേറെ ഒന്നല്ല. അപ്പൊ ചേച്ചിക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കിച്ചണിൽ നിൽക്കുന്നുണ്ടെങ്കിലും അപ്പുറത്തും ശ്രദ്ധിക്കാൻ പറ്റും വരുന്ന കസ്റ്റമർ. ചേച്ചിയെ അന്വേഷിച്ചാണ് ആൾക്കാർ എല്ലാവരും വരുന്നത്. അത് വേറെ ഒന്നല്ല. അല്ല ഈ ഫുഡ് മാത്രം കഴിക്കാനല്ല, അല്ല ആ ഒരു അവിടുത്തെ ഒരു ഡീലിങ്ങും അതുപോലെയാണ് ചേച്ചിയുടെ വരുന്ന കസ്റ്റമേഴ്സിന്. സന്തോഷം എന്നുള്ള വന്നിട്ട് എന്റെ കൂടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട്. ഒരുപാട് പേര് അമ്മമാര് തന്നെ വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. വീട്ടില് ഒരാൾ വന്നിട്ട് എൻ്റെ ഭാര്യനെ കാണിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് വന്നിട്ടുണ്ട്. സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് നെടുമ്പാശ്ശേരി വന്ന് എയർപോർട്ടിൽ വന്നിട്ട് എന്നെ കോൾ ചെയ്ത് വിളിച്ച് ഇവിടെ വന്നിട്ട് ഞങ്ങൾ സെൽഫി എടുത്തിട്ട് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുക. ഭാര്യ പറഞ്ഞു വിട്ടേക്കണേണ് ഇവിടെ കയറിയിട്ടേ വരാൻ പാടുള്ളൂ എന്നും പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇതിൽ ഒരുപാട് സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ മഞ്ജു വാര്യരെ പോലത്തെ ഒരു സെലിബ്രിറ്റിനെ അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അല്ല അത് മഞ്ജു ചേച്ചി ഇത് കാണുമ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല മഞ്ജു ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രത്യേകതയുള്ള എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനും മഞ്ജു ചേച്ചിനെ ഞാൻ ദുബായിലായിരുന്നെങ്കിലും ഞാൻ അവിടെ മഞ്ജു ചേച്ചി നമ്മുടെ അടുത്ത് നല്ല ഒരു എന്താ പറയാ ഇന്റർവ്യൂ സമയത്താണെങ്കിലും ഭയങ്കരമായിട്ടൊരു നമ്മുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ്. വന്നു കഴിഞ്ഞോ കെട്ടിപ്പിടിച്ചിട്ടാണ് വിശേഷമൊക്കെ ചോദിച്ചിട്ടാണ്. അതൊരു സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. അത് കാരണം അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അല്ല ചേച്ചിക്ക് അത് പറയുമ്പോ തന്നെ ശരിക്കും പറഞ്ഞ സന്തോഷം, വളരെ സന്തോഷമാണ് കാണുന്നത്. ഇപ്പൊ അടുത്തൊരു പ്രാവശ്യം വിളിച്ചപ്പോ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. കാരണം 11 മണിക്കാണ് വിളിച്ചത്. ചായ ഉണ്ടോന്നൊക്കെ ചോദിച്ചു. അപ്പൊ ചോറും ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതൊരു വിഷമമായിട്ട് ഇപ്പൊ ഉണ്ട് എനിക്ക്. കൊടുക്കാൻ പറ്റില്ല. അല്ല എന്നോട് പറഞ്ഞു ചേച്ചി വരും, ഞാൻ ഇടക്ക് വരാം എന്ന് പറഞ്ഞാണ് പോയേക്കണത്. കാരണം ആ സമയമായതുകൊണ്ട് നമുക്ക് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അല്ല 12 മണിയാകുന്ന നേരത്താണല്ലോ എല്ലാ വിഭവങ്ങളും സെറ്റ് ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? എല്ലാം ഒന്ന് സെറ്റായി വരണം. ചില സമയത്ത് സ്റ്റാഫിന്റെ കുറവുകളൊക്കെ ചില സമയത്ത് വരുമ്പോ നമ്മൾ ഇത്തിരി കൂടി വിഷമിച്ചു പോകും. പിന്നെ കൂടുതലും ഐറ്റംസുകൾ കൂടുതലുള്ളത് കൊണ്ട് ഇന്നിപ്പോ നല്ല തിരക്കായിരുന്നു.
ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ശരിക്കും നല്ല തിരക്കായിരുന്നു. ശനിയും ഞായറാഴ്ച ഞായറാഴ്ച ഇല്ല, ഞായറാഴ്ച അവധിയാണ്. ശനിയാഴ്ച ആണെങ്കിലും നല്ല തിരക്കുള്ളത്. ഫാമിലിയൊക്കെ കൂടുതൽ വന്നത് ഇപ്പൊ ശനിയാഴ്ചയാണ്. മുടക്കുള്ള ദിവസങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഫാമിലി വന്നത്. ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും കൂടി വിപുലീകരിക്കണമെന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിലൊരു കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ അവിടെ നമുക്ക് കറി കൗണ്ടർ ഓപ്പൺ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പാഴ്സലായിട്ട്. പിന്നെ ഉള്ളത് ഒരു 4 ചെയറും കൂടി ഇട്ടിട്ട് ഒരു ജ്യൂസ് കൗണ്ടറും കൂടി സെറ്റ് ചെയ്തിട്ട് ഓപ്പൺ ആക്കണമെന്നുള്ള ആഗ്രഹത്തിലിരിക്കണം. ഇവിടെ മെസ്സ് തന്നെ അല്ല, ഇവിടെ ഊണ് തന്നെ. അവിടെ ഊണുണ്ട്, ഊണും കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഇവിടത്തെ തിരക്കൊന്ന് കുറച്ച് കിട്ടുമല്ലോ, ആൾക്കാർ വന്ന് വെയിറ്റ് ചെയ്യാനുള്ള സമയം. അത് തന്നെ, അത് മാക്സിമം എല്ലാവരെയും ഒരേ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ കറിക്ക് ഒരുപാട് ആൾക്കാർ കറികൾ മാത്രം ചോദിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇവിടെ വന്ന കസ്റ്റമറിന് കൊടുക്കാൻ ചിലപ്പോ കൊടുത്തു കഴിയുമ്പോ ഉണ്ടാവാറില്ല. അപ്പൊ അതൊരു ഓപ്പൺ ചെയ്യണമെന്ന് ആഗ്രഹത്തിൽ പണിപ്പുരയിലാണ്. അതെ 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 അത് ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? പിന്നെ നമ്മളിവിടെ പാർസൽ ഇല്ലല്ലോ? പാർസലുണ്ട്. പാർസലുണ്ട്. പാർസലൊരു എത്ര കിലോമീറ്റർ വരും? അല്ല, അങ്ങനെയല്ല, ഇവിടെ വന്ന് വാങ്ങിക്കണുള്ളൂ. നമ്മള് ഹോം ഡെലിവറി അങ്ങനെയൊന്നും നമുക്ക് ആളില്ല. അപ്പോ ഇതിന്റെ അഡ്രസ് എന്ന് പറഞ്ഞ ഒരു അഡ്രസ്സും കൂടി ഇത് പറഞ്ഞു കൊടുക്കും. എരൂർ നോർത്ത് കോഴിവെട്ടുംവിളി എന്നാണ് നമ്മുടെ സ്റ്റോപ്പിന്റെ പേര്. കോഴിവെട്ടുംവിളി. പിന്നെ പെണ്ണല്ലേന്ന്, അതായത് ഇവിടെ ഒരു തൃപ്പൂണിത്തുറയില് ഉള്ള അല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മുസ്ലിം പള്ളിയില്ലേ, ജുമാ മസ്ജിദ്. അത് വേണ്ട, കോഴിവെട്ടുംവിളി എരൂർ നോർത്തില്. അതാണ് നമ്മുടെ എരൂർ നോർത്ത് കോഴിവെട്ടുംവിളി. നമ്മുടെ ഫ്രണ്ടില് തന്നെ ബെസ്റ്റ് ബേക്കറി ഉണ്ട്, തിരുക്കൊച്ചി ബെസ്റ്റ് ബേക്കറി ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ അഡ്രസ്സും കൂടി ഒന്ന് നമ്മള് ആൾക്കാർക്ക് വന്നിട്ട് ചേച്ചിയുടെ വിഭവങ്ങളിലൊന്ന് ഇനി കഴിക്കാത്തവർക്ക് വന്ന് കഴിക്കാനായിട്ട് ഇതിനകത്ത് നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അഡ്രസ്സും കൂടി ഒന്ന് ചേച്ചി ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന്. അതായത് തൃപ്പൂണിത്തുറയിൽ എരൂർ എന്ന സ്ഥലം ആണ്, അതില് കോഴിവെട്ടുംവിളി, എരൂർ കോഴിവെട്ടുംവിളി. എരൂർ നോർത്താണ്. ഞങ്ങളുടെ ഫ്രണ്ടിൽ തിരുക്കൊച്ചി ബെസ്റ്റ് ബേക്കറി ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ കട. വീട്ടിൽ വേണമെന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഇപ്പൊ ആരോട് ഇപ്പൊ ചോദിച്ചാലും ഇപ്പൊ അറിയാൻ പറ്റും. ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചാലും അറിയാൻ പറ്റും. അല്ല, തൃപ്പൂണിത്തുറ എരൂർ റൂട്ടിൽ തന്നെയാണ്, വെണ്ണല റൂട്ടിൽ തന്നെയാണ്. അത് വെണ്ണല ബ്രിഡ്ജ് എത്തേണ്ട അതിന് മുമ്പ് തന്നെയാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് തന്നെയാണ്. അതെ, ഇപ്പൊ എറണാകുളത്ത് തന്നെയാണെങ്കിൽ വെണ്ണല പാലം കഴിഞ്ഞാൽ. അപ്പം ഇതിന്റെ ഉച്ചക്കത്തെ ഊണ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ ചേച്ചി തന്നെ ഒറ്റയ്ക്ക് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ? ഒറ്റയ്ക്കെന്ന് പറയാൻ പറ്റില്ല, അല്ല കൂട്ടായ ഉണ്ട്, പക്ഷെ അല്ല ഫാമിലി സപ്പോർട്ട് ഉണ്ട്, പിന്നെ അതിന്റെ കൂടെ സ്റ്റാഫും ഉണ്ട്. അവരും ഇല്ലെങ്കിൽ ഞാനും ഇല്ല. അതന്നെ ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാവരുടെ മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫാണ് അല്ലേ? തീർച്ചയായിട്ടും. സ്റ്റാഫ് ഇല്ലെങ്കിൽ നമ്മളില്ല അല്ലേ? എത്രത്തോളം ഉണ്ട് സ്റ്റാഫിന്റെ സപ്പോർട്ട്? അവര് നല്ല സപ്പോർട്ടാണ്. അവർ വർഷങ്ങളായിട്ടുള്ളതാണ്. 2-3 പേര് ഇപ്പൊ എനിക്ക് സ്ഥിരം വർഷങ്ങളായി. ഒരാൾ 7 വർഷമായി, 6 വർഷം കഴിഞ്ഞ്, ഒരാളിപ്പോ 3 വർഷം കഴിഞ്ഞ്. ഒരു ചേച്ചി ഇതേപോലെ കൊറോണയ്ക്ക് മുമ്പ്, ആ ചേച്ചി 4 വർഷം കഴിഞ്ഞതാണ്. അതായത് മലയാളികൾ തന്നെയുള്ളൂ? എല്ലാം മലയാളികളാണ്, ആരുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന വിഭവങ്ങള് അല്ലേ? ഞാൻ എന്റെ ഫുഡ് വലിയ സംഭവമാണെന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. നോർമൽ ഒരു ഫുഡ് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കണം, അതെന്റെ ജീവിതത്തിന്റെ ആ ബുദ്ധിമുട്ട് ഞാൻ മറക്കാതെ തന്നെയാണ് ഇന്നും ചെയ്യണത്. ഞാൻ എന്തെടുത്താലുണ്ടെങ്കിലും എൻ്റെ പഴയ കാലം ഞാൻ ഓർക്കാതെ ഒരു ദിവസം പോലും ഞാൻ മുന്നോട്ട് പോകാറില്ല. ചില ദിവസങ്ങളിൽ എൻ്റെ കണ്ണങ്ങൾ അങ്ങനെ നിറഞ്ഞു പോണ ഒരു സമയങ്ങളായിരിക്കും. ചില സമയത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു സന്തോഷം കൊണ്ടുള്ള ഒരു ഇത് വരാറുണ്ട് എൻ്റെ ജീവിതത്തിൽ. ചേച്ചിനെ പരിചയപ്പെട്ടപ്പോഴും തന്നെയാണെങ്കിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചേച്ചിയുടെ മനസ്സിൽ സന്തോഷമാണ് അല്ലേ? അല്ല, വേറെ ഒന്നുമല്ല, നമ്മള് 0 തുടങ്ങിയതാണ്. തീർച്ചയായിട്ടും അല്ലേ? അത് അങ്ങനെ തുടങ്ങി, പിന്നെ ഹസ്ബൻഡിന്റെയും പിള്ളേരുടെയും സപ്പോർട്ട് കൊണ്ട്, പിന്നെ മെയിൻ പറഞ്ഞത് ദൈവത്തിന്റെ ഒരു സപ്പോർട്ടും അതുവരെ ഇവിടം വരെ എത്തിച്ച് അല്ലേ? അത് നല്ലൊരു അനുഗ്രഹം തന്നെയാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഭർത്താവ് തന്നെയാണ് കൂടെ ഉള്ളത് അല്ലേ? പിള്ളേർക്ക് ആരൊക്കെയുണ്ട് വീട്ടില്? ഞാനും ഭർത്താവും 2 കുട്ടികളും. കുട്ടികളുടെ മാരേജ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പൊ കുട്ടികള് ഇളയാള്
കല്യാണം കഴിച്ച് 2 കുട്ടികളായിട്ട് തൃപ്പൂണിത്തുറയിൽ താമസിക്കണം. മൂത്ത ആള് ഡോക്ടറാണ്, ബാംഗ്ലൂരാണ്. അയാള് അവിടെയാണ് വർക്ക് ചെയ്യണത്. ഹസ്ബൻഡിന്റെ അവിടെ തന്നെ. ഇളയാള് പഠിക്കാൻ മടിച്ചായതുകൊണ്ട് അയാള് നേരത്തെ കിട്ടിച്ചു. അതെ അതെ അതെ. എന്നാലും ഈ പറഞ്ഞ പോലെ എല്ലാം ചേച്ചിയുടെ എന്താ പറയാ ഒരു നല്ല സമയം കടന്നു വരുന്നു അല്ലേ? വളരെ ബുദ്ധിമുട്ടി അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ ഒരുപാട് നമ്മള് ബുദ്ധിമുട്ടി തന്നെയാണ് ഇങ്ങോട്ട് പോന്നേക്കണത്. അല്ല, അതിന്റെ ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവും. ഇപ്പൊ ഈ വേറൊന്നുമല്ല, നമ്മൾ ഈ കൊടുക്കുന്ന ഫുഡ് തന്നെ മതിയല്ലോ. അത് അന്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ശക്തിയുള്ള മതി എന്ന് പറയുന്ന സാധനം അന്നം മാത്രമേ ഉള്ളൂ. മതി, എനിക്ക് മതി എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. അത് കഴിച്ചിട്ട് മനസ്സ് സന്തോഷമായിട്ട് വന്ന് ചേച്ചി നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. അതല്ല നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ ഈ മിക്ക സ്ഥലത്തും മാങ്ങയിട്ട് മീൻ വെച്ച് കൊടുക്കാറുണ്ടല്ലോ. മാങ്ങക്ക് എന്താ വില അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇവിടെ അച്ചാറാണെങ്കിലും നമ്മള് പുറത്തുനിന്നൊന്നും വാങ്ങിക്കാറില്ല. അച്ചാറൊക്കെ നമ്മൾ തന്നെ ഇടുള്ളൂ. അത് മാങ്ങ അല്ലെങ്കിൽ വലിയ നാരങ്ങ മാത്രമേ ഇവിടെ അച്ചാറിടും, നെല്ലിക്ക വല്ലപ്പോഴും. അല്ലാണ്ട് നമ്മൾ ഇന്നേവരെയും വേറെ അച്ചാറുകൾ ഒന്നും എല്ലാം ഇവിടെ തന്നെ ഇങ്ങനെ നമ്മൾ തന്നെ അച്ചാറൊക്കെ. അതെ, അപ്പൊ നാളത്തേക്കുള്ള അച്ചാർ ഇന്നിടും, അങ്ങനെയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോ രാവിലെ ഇടും. പിന്നെ ഇപ്പോ ഈ സാധനങ്ങളാണെങ്കിലും നമ്മളിപ്പോ ഫിഷ് ആണെങ്കിലും ഇപ്പൊ മറ്റേ മീറ്റ് ഉണ്ടോ, ഇറച്ചി, ബീഫുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെയുള്ള മാത്രമല്ലേ വാങ്ങിക്കോളൂ അല്ലേ? എല്ലാ ഫ്രീസറില്ല അല്ലേ? ഇല്ല, എല്ലാ ദിവസവും രാവിലെ വരും. പിന്നെ മീൻ ബാലൻസ് വന്നാൽ നമ്മൾ എടുക്കാറുമില്ല. വറുത്താലി ഒന്നും എടുക്കില്ല. അത് ഇവിടത്തെ പിന്നെ പിള്ളേരും അന്നത്തെ വൈകുന്നേരം ആകുമ്പോ അത് കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ പൊടികളാണെങ്കിലും വിശ്വസിക്കുക, എൻ്റെ അനിയത്തിക്ക് മില്ലുണ്ട്. അവിടെ നിന്ന് തന്നെ നേരിട്ട് നമ്മൾ പൊടികളൊക്കെ എടുക്കണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ വീട്ടിലെ ഒരു ഗസ്റ്റ് വന്നാൽ എങ്ങനെ കൊടുക്കാം? തീർച്ചയായിട്ടും ഞാനത് പറയാറുണ്ട്. പൊടികളാണെങ്കിൽ ഒരു കൃത്രിമവും ഇല്ലാത്ത പൊടികളാണ്. അവർക്ക് സ്വന്തമായിട്ട് മില്ലുള്ളതാണ്. ചിത്രപ്പുഴയിൽ എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവിടെ നിന്ന് SN ഇതിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് എല്ലാം എടുക്കുന്നത്. എല്ലാ പൊടികളും അവിടെ നിന്ന് വരും. ആഴ്ചയിൽ അവിടെ നിന്ന് തന്നെ എല്ലാ പൊടികളും. അപ്പോൾ ഏതായാലും ചേച്ചി ഇത്ര നേരം ചേച്ചിയുടെ ഒരു ജീവിത വഴിത്തിരിവ് അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചല്ലേ. ഇപ്പോൾ പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് ഇപ്പം ന്യൂജൻ കാലഘട്ടമാണല്ലോ അല്ലേ? അപ്പോൾ ചേച്ചിയുടെ ബുദ്ധിമുട്ട് വെച്ചിട്ട് ചേച്ചിയുടെ ഒരു ലൈഫിന്റെ രീതി വെച്ചിട്ട് ഒരു കാര്യം പറയട്ടെ, എനിക്കത് പറയാം. എൻ്റെ ജീവിതത്തിലെ വേറെ ഞാൻ പറഞ്ഞില്ലേ, ജീവിത സാഹചര്യം കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായ സമയം എനിക്ക് വിദ്യാഭ്യാസം ഇല്ല. 10ാം ക്ലാസ് തോറ്റ ആളാണ് ഞാൻ. അപ്പോൾ എന്നെ കൊണ്ട് വേറെ ഒന്നും നിവൃത്തിയില്ല. കാരണം ഒരു ഓഫീസിൽ പോകാനോ മറ്റുള്ള ഇതിനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു തൊഴിൽ, എൻ്റെ അച്ഛൻ്റെ അമ്മ ഷാപ്പിൽ ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നെ വീട്ടിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ചെറുപ്പത്തിലെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ. മൂത്ത ആൾ ഞാനായതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് ചെറുപ്പത്തിൽ. അപ്പോൾ വേറെ ജോലിക്കൊന്നും പോകാൻ, ജോലി പ്രസ്സിലുണ്ടായിരുന്നു, പ്രസ്സിൽ പോയിരുന്നാണ്. അത് കഴിഞ്ഞപ്പോൾ ആണ് നമ്മൾ അപ്പോൾ അറിയാവുന്ന തൊഴിൽ ഇതായിരുന്നു, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം. അതൊരു ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു. കഴിച്ചവർ നല്ലതാണെന്ന് വീട്ടുകാർ കഴിക്കുമല്ലോ, അപ്പം നല്ലതാണെന്ന് പറഞ്ഞ ആ ഒരു കോൺഫിഡൻസ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതാണ് ഇതിനും. പക്ഷെ വേറെ കാര്യമുണ്ട്, ഭക്ഷണം കൊടുക്കുന്നത് ഇതൊരു നമ്മൾ ഒരു ഓഫീസിൽ ജോലി എടുക്കണ പോലെയല്ലല്ലോ. ഇത് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്നത്. അത് ചേച്ചിയുടെ ഒരു എന്താ പറയുക ഒരു പവറാണത് അല്ലേ? നമ്മൾ ആരുടെയും ഒരു കീഴിൽ വർക്ക് ചെയ്യുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ കൃത്യനിഷ്ഠയോട് എല്ലാം കൊടുക്കുന്നത് പെർഫെക്റ്റാണ്. അങ്ങനെയാണ് നമ്മൾ ഇന്നേവരെ മനസ്സിലൊരു ഇതായിട്ട് നമ്മൾ ബിസിനസ് പരമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഇതൊരു ബിസിനസ് ആയിട്ടല്ല പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്ന ഭക്ഷണം നമ്മൾ അധികം ലാഭമില്ലാതെ അല്ലേ? ഇല്ല, നമുക്ക് നമ്മുടെ ലാഭം എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിന്റെ ഇതും എൻ്റെ പണിക്കാശ് നമുക്ക് കൂട്ടാറില്ല. നമ്മുടെ വാടകയാണ് നമ്മുടെ ആ ഒരു ഇതിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് കണ്ടമാനം ലാഭം ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അതല്ല, അതിപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പോ കക്കയിറച്ചി ആണെങ്കിലും മറ്റുള്ള ചെമ്മീൻ റോസ്റ്റ് ആണെങ്കിലും എല്ലാം കൊടുക്കുന്നത് 50 രൂപയുള്ളൂ. അല്ല, മറ്റുള്ള ഇത് വെച്ച് നോക്കുമ്പോ ഭയങ്കര ഡിഫറൻറ് ഉണ്ട്. സാധാരണക്കാരനും വന്ന് ഭക്ഷണം കഴിക്കാം. അത് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2-3 പ്ലേറ്റ് സാധനങ്ങൾ അവർക്ക് എടുക്കാൻ പറ്റും. അപ്പോഴും കഴിച്ചിട്ട് ഒരു ദിവസം ഒരാൾ വന്നിട്ട് ഇതൊരു 1000 രൂപ വെക്കാൻ എന്ത് ചെയ്യണം ചേച്ചി എന്ന് ചോദിച്ചു എന്നോട് ഒരു ദിവസം. ഇത്ര സാധനങ്ങൾ ഞങ്ങൾ എടുത്തിട്ട് ഇതിന് 1000 രൂപ ഒന്ന് ആക്കി കിട്ടണമല്ലോ ആഗ്രഹം. 1000 രൂപ ആവണില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞു.
അവരൊരു 5 പേര് അങ്ങോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, എല്ലാ സാധനങ്ങളും അവർക്ക് വാങ്ങിക്കാൻ പറ്റും, അതാണ് അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള എടുത്തോണ്ട് പോവുകയും ചെയ്യാം. സെൽഫ് സർവീസ് അത് എങ്ങും ഇല്ലാത്തൊരു ഇതാണ് അല്ലെ. പാത്രം കഴിയേണ്ടത് മാത്രമേ ഉള്ളൂ.